നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ. എപ്പിസോഡ് 3 നിയമാവബോധം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വയോമിത്ര. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തച്ഛ, ചേച്ചി, അങ്കിൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് പരാമർശിക്കപ്പെടുന്ന ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന ഇന്ത്യൻ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഇവിടെ ഇളയ കൊച്ചുമകളായ ലക്ഷ്മി മുത്തച്ഛന് കൂട്ടായി കൂടുന്നു. ഓരോ എപ്പിസോഡിലും അവർ അടൽ വയോ അഭ്യോദയ യോജന സ്കീമിന് പ്രസക്തമായ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. ഈ പരിപാടിയിൽ പ്രാദേശിക നാടോടി സംഗീതം, സൗണ്ട് ബൈറ്റുകൾ, പ്രായമായവരുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവയും ഉൾപ്പെടും. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 3 നിയമാവബോധം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തശ്ശ, പൗരന്മാർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക പിന്തുണ എന്നിവ നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ടതാണ്. മുതിർന്നവർ എല്ലായ്പ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ പൈതൃകമാണ്. അവരുടെ മാർഗനിർദ്ദേശം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ അനുഗ്രഹവും നമ്മുടെ സുപ്രധാന തീരുമാനങ്ങളിൽ നിർണായകമാണ്. വയസ്സാകുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കൂടുതലാകും. അപ്പോൾ പ്രിയപ്പെട്ടവർ അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാകും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മുതിർന്നവരുമായി നാം ഒപ്പം ചേർന്ന് നിൽക്കണം. മോളെ,
നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി. എന്നാൽ ഇക്കാലത്ത് ചിലർ അവരെ ഒരു ഭാരമായി കണക്കാക്കാറുണ്ട്. ഇതുമൂലം സമൂഹത്തിൽ പ്രായമായവരോട് മോശമായി പെരുമാറുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയുമാണ്. പ്രായമായവരൊരു ഭാരമല്ല, അനുഭവ സമ്പത്തിന്റെ അമൂല്യ പൈതൃകമാണ്. അവർ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ എങ്ങനെ ലഭിക്കുന്നതിന് പ്രായമായവരെ ഈ ഹെൽപ്പ് ലൈൻ സഹായിക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ പ്രധാനമായും മുതിർന്ന പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് സാമ്പത്തിക സഹായവും പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. 2007 നിയമപ്രകാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംരക്ഷണവും ഉൾപ്പെടെ പ്രായമായവർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്ന ശില്പശാലകൾ, പ്രചാരണം ഇതെല്ലാം ഉൾപ്പെടുന്നു. കൊള്ളാം കൊള്ളാം, എന്റെ കൊച്ചുമോൾക്ക് ഒരുപാട് അറിയാം. ഇനിയുണ്ട് മുത്തച്ഛ. അടൽ വയോ അഭ്യുദയ യോജനയുടെ നടത്തിപ്പ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും 2007 നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വൃദ്ധസദനങ്ങളും മറ്റ് സംരക്ഷണ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളെ ബാധ്യസ്ഥരാക്കുന്നു. ഈ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായം നൽകാനും ഈ പദ്ധതി സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൊള്ളാം കൊള്ളാം, എന്റെ കുട്ടി വളരെ ബുദ്ധിമതിയാണ്. എന്റെ കൊച്ചുമകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു മോളെ? ഈ പദ്ധതിക്ക് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും പിന്തുണാ സേവനങ്ങളും നൽകുന്നതിന് സർക്കാർ ഇതര സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, പൊതു ട്രസ്റ്റുകൾ എന്നിവയുമായി പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘടനകൾ അടൽ വയോ അഭ്യുദയ യോജന ചട്ടക്കൂടിനുള്ളിൽ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ക്യാമ്പയിനുകൾ നടത്തുകയും നിയമസഹായം ലഭ്യമാക്കുന്നതിന് മുതിർന്ന പൗരന്മാരെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനർത്ഥം ഒരു മുതിർന്ന പൗരൻ മോശമായ പെരുമാറ്റത്തിന് ഇരയായാൽ അവർക്ക് പോലീസിന്റെയും NGOകളുടെയും സഹായം തേടാമെന്നാണോ? ഓ, തീർച്ചയായും അങ്ങനെ ചെയ്യാം മുത്തച്ഛ. ശരി മോളെ, പക്ഷേ എനിക്കൊരു കാര്യം വ്യക്തമാക്കി തരൂ. പ്രായമായവരോട് മോശമായി പെരുമാറുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയില്ല? അത് മോശമല്ലേ? മുത്തച്ഛ, സർക്കാർ എപ്പോഴും പൗരന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് ചിന്തിക്കുന്നത്. ദുരുപയോഗം തടയുന്നതിനായി രക്ഷിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007 സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ നിയമത്തിന്റെ ഉദ്ദേശം എന്താ? മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സും ബഹുമാനവും സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രായമായവരെ അവരുടെ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവനാംശം ആവശ്യപ്പെടാൻ ഇത് പ്രാപ്തരാക്കുന്നു. അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. പ്രായമായവർക്ക് അവരുടെ മക്കളിൽ നിന്ന് ജീവനാംശം അവകാശപ്പെടാമോ? ഉവ്വ് മുത്തച്ഛ. 2007 നിയമപ്രകാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് സെക്ഷൻ 4 പ്രകാരം ജീവനാംശം ആവശ്യപ്പെടാം. പ്രായമായവർക്ക് അവരുടെ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവനാംശം നേടാനുള്ള അവകാശം ഈ ഒരു വകുപ്പ് നൽകുന്നു. ശരി ലക്ഷ്മി, അവർക്ക് ഈ ക്ലെയിം എവിടെ ഫയൽ ചെയ്യാമെന്ന് വേഗം പറയൂ. ജില്ലാ കോടതിയിൽ ജീവനാംശത്തിനായി ക്ലെയിം ഫയൽ ചെയ്യാം മുത്തച്ഛ. ഈ നിയമം ജീവനാംശം നൽകുന്നു. എന്നാൽ ഇത് പ്രായമായവരെ എങ്ങനെ സംരക്ഷിക്കും? മുത്തച്ഛ, ആരെങ്കിലും ഒരു മുതിർന്ന പൗരനോട് മോശമായി പെരുമാറിയാൽ അവർക്ക് 3 മുതൽ 6 മാസം വരെ തടവും പിഴയും ലഭിക്കും. അത് കോടതി നിർണയിക്കുന്നു. ഈ നിയമം തികച്ചും കർശനമാണ്. പരാതി പറഞ്ഞിട്ട് മക്കൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ? അങ്ങനെ സംഭവിച്ചാൽ
പോലീസും ഭരണകൂടവും കുടുംബത്തെ ഉപദേശിക്കും. പ്രായമായ ഒരാൾ ആ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനങ്ങളോ? വയോധികർക്ക് ഭക്ഷണവും പാർപ്പിടവും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഒരു സ്ഥാപനമോ സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു വീട് പോലെയാണ് മുത്തച്ഛ വൃദ്ധസദനം. അത് ശരി. എന്നാൽ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് അവർ ആരോട് പരാതിപ്പെടും? അവർക്ക് 145667 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതിപ്പെടാം. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടോ ആരെങ്കിലും മുഖേനയോ നേരിട്ട് കോടതിയെയോ സമീപിക്കാം. അത് നന്നായി. കൂടാതെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനും പ്രാദേശിക ഭരണകൂടത്തിനും ഉത്തരവാദിത്വമുണ്ട്. മോശമായി പെരുമാറിയതായി പരാതി ലഭിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉടൻ നടപടിയെടുക്കാം. കൊള്ളാം, നിന്നെ സമ്മതിച്ചു. തീർച്ചയായും മുത്തച്ഛ, ഞാൻ നിങ്ങളുടെ കൊച്ചുമകളല്ലേ. എന്നാൽ ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? മുത്തച്ഛ, ഇത് പൊതുവിജ്ഞാനമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഒരു അഭിഭാഷകയുടെ നിയമോപദേശം കേട്ടാലോ? നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ആശ ഫ്രാൻസിസ്, തൃശൂർ ബാർ അസോസിയേഷൻ്റെ കമ്മിറ്റി അംഗമാണ്. ഭാരത സർക്കാരിൻ്റെ ഭരണഘടന പ്രകാരം ഉറപ്പ് നൽകിയിട്ടുള്ളതും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും മറ്റും കൂടുതൽ ഫലപ്രദമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാരത സർക്കാർ നിർമ്മിച്ചിട്ടുള്ള നിയമത്തെക്കുറിച്ചാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. 29/12/2007 ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന്. മുതിർന്ന പൗരന്മാരെന്നാൽ സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരാണ്. സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും വേണ്ടി അവരുടെ മക്കൾ, അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, ചെറുമക്കൾ, ഇവരിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിയമമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട്. നേരത്തെ പറഞ്ഞതുപോലെ മക്കളോ ബന്ധുക്കളോ ഇത്തരം ആളുകളെ സംരക്ഷിക്കാത്ത പക്ഷം അവർക്ക് ട്രിബ്യൂണലിൽ അപേക്ഷ ബോധിപ്പിക്കുവാനും മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും പ്രതിമാസ നിരക്കിൽ ഒരു തുക സമയാസമയങ്ങളിൽ ഇവർക്ക് ലഭിക്കുവാനും ഈ നിയമപ്രകാരം സാധ്യമാകുന്നു. ഇനി ഏത് തരത്തിലാണ് ഇവർക്ക് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത് എന്ന് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വ്യാപകമായ കർമ്മ പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തിവരുന്നുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മുതിർന്ന പൗരനിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും സ്വത്ത് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ കൈമാറ്റം പോലും അസാധുവാക്കുവാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അതായത് മുതിർന്ന പൗരന് അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങൾ നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ അയാളുടെ സ്വത്തുക്കൾ സമ്മാനമായോ അതല്ലെങ്കിൽ മറ്റു വിധത്തിലോ കൈമാറ്റം ചെയ്യുകയും കൈമാറി കിട്ടിയ ആൾ അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും നൽകുന്നത് നിരസിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ സ്വത്ത് കൈമാറ്റം വഞ്ചനാപൂർവമോ ഭീഷണി മൂലമോ സ്വാധീനത്തിലോ ഉണ്ടാക്കിയതായി കണക്കാക്കി ആ കൈമാറ്റം നൽകിയ ആളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ട്രിബ്യൂണലിന് കൈമാറ്റം അസാധുവായി പ്രഖ്യാപിക്കാവുന്നതാണ്. ഈ നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയത് 24/8/2008 അതുകൊണ്ട് തന്നെ അതിനു മുൻപേ നടന്ന ഇത്തരം കൈമാറ്റങ്ങളിൽ നടപടിയെടുക്കുവാൻ ട്രിബ്യൂണലിന് നിലവിൽ അവകാശമില്ല. ഇനി നമുക്ക് ഇവരുടെ സംരക്ഷണത്തിനുള്ള അപേക്ഷയും അതിൻ്റെ നിയമ നടപടിക്രമങ്ങളും എങ്ങനെയെന്ന് നോക്കാം. സംരക്ഷണത്തിനുള്ള അപേക്ഷ സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്ത മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മുതിർന്ന പൗരനോ ട്രിബ്യൂണൽ മുൻപാകെ നൽകാവുന്നതാണ്. കേരളത്തിൽ അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അതായത് RDO മുൻപാകെയാണ് നൽകേണ്ടത്. ഈ RDO ഒരു കോടതിക്ക് സമാനമായാണ് അപ്പോൾ പെരുമാറുന്നത്. അപേക്ഷകന് അപേക്ഷ നൽകുവാൻ പ്രാപ്തിയില്ലെങ്കിൽ അയാൾ അധികാരപ്പെടുത്തിയ മറ്റൊരാൾക്കോ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയ്ക്കോ ഇത്തരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. കൂടാതെ ട്രിബ്യൂണലിന് സ്വമേധയാ നടപടിയെടുക്കുവാനും അധികാരമുണ്ട്. സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ട്രിബ്യൂണലിന് ലഭിച്ചു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എതിർകക്ഷിക്ക് അതായത് മക്കൾ, അതല്ലെങ്കിൽ ബന്ധുക്കൾ, ചെറുമക്കൾ ഇവരായിരിക്കും എതിർകക്ഷികൾ. ഈ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകുകയും തുടർന്ന് എതിർകക്ഷിക്ക് മറുപടി ബോധിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുന്നതുമാണ്. ഇനി സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടിയിൽ ട്രിബ്യൂണലിന് പ്രസ്തുത എതിർകക്ഷിക്കെതിരെ അതായത് അപേക്ഷകന്റെ എതിർകക്ഷിക്കെതിരെ ജീവനാംശ തുകയും നടപടി ചെലവിലേക്കും പൈസ നൽകുവാൻ ഉത്തരവ് കൽപ്പിക്കാവുന്നതാണ്. അപേക്ഷയിൽ വിധിയായ തീയതി മുതൽക്കോ
അല്ലെങ്കിൽ ട്രിബ്യൂണൽ പ്രത്യേകം ഉത്തരവിടുന്ന പക്ഷം അപേക്ഷാ തീയതി മുതൽക്കോ പ്രസ്തുത ജീവനാംശം കൊടുക്കുവാൻ എതിർകക്ഷികളോട് ഉത്തരവിടാവുന്നതാണ്. അപേക്ഷയിൽ അവസാന വിധി വന്നതിന് ശേഷവും എതിർകക്ഷികൾ മതിയായ കാരണം കൂടാതെ ഉത്തരവ് ലംഘിക്കുന്ന പക്ഷം അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിപ്പിക്കുവാനും അയാളെ 1 മാസം വരെയോ അല്ലെങ്കിൽ അതിനു മുൻപേ പണം കൊടുക്കുന്നതായാൽ അതുവരെയോ തടവിൽ പാർപ്പിക്കുവാനും ട്രിബ്യൂണലിന് ഉത്തരവിടാം. എന്നാൽ എതിർകക്ഷിയിൽ നിന്നും വസൂലാക്കുവാനുള്ള തുകയ്ക്കുള്ള അപേക്ഷ തുക നൽകുവാൻ കൽപ്പിച്ചിട്ടുള്ള തീയതി മുതൽ 3 മാസത്തിനകം ട്രിബ്യൂണലിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രസ്തുത തുക വസൂലാക്കുവാൻ വാറണ്ട് പുറപ്പെടുവിപ്പിക്കാവുന്നതല്ല. ഇനി നമുക്ക് നോക്കാം, മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള ചുമതല ആർക്കെല്ലാമാണ്? ഏറ്റവും ആദ്യത്തെ ചുമതല അവരുടെ മക്കൾക്കു തന്നെയാണ്. മക്കൾക്ക് ശേഷം ബന്ധുക്കൾ, ചെറുമക്കൾ, ഇവർക്കും മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. മക്കളില്ലാത്ത പക്ഷമാണ് ബന്ധുക്കൾക്ക് ഈ സംരക്ഷണ ചുമതല പോകുന്നത്. അതായത് മുതിർന്ന പൗരന്മാരുടെ സ്വത്തുവകകൾ ആർക്കെല്ലാമാണോ എത്തിച്ചേരാൻ നിയമപരമായി അവകാശമുള്ളത് അവരിലേക്കാണ് അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളത്. ഇനി മക്കൾ ജീവിച്ചിരിപ്പില്ലാത്ത പക്ഷം ചെറുമക്കൾക്കും മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുവാനുള്ള ചുമതലയുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ആ ചുമതലയില്ല. 18 വയസ്സ് പൂർത്തിയായി പ്രായപൂർത്തിയായ ചെറുമക്കൾക്കാണ് അവരെ സംരക്ഷിക്കുവാനുള്ള ചുമതലയുള്ളത്. ഇനി ആവശ്യമുള്ള പക്ഷം ഇവർക്ക് ഇന്ററിം മെയിൻ്റനൻസ് നൽകുവാനും ട്രിബ്യൂണലിന് ഉത്തരവിടാം. അതായത് നിലവിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ ഇടക്കാലാശ്വാസം എന്ന നിലയ്ക്ക് പണം നൽകുവാൻ എതിർകക്ഷികളോട് ട്രിബ്യൂണലിന് ആവശ്യപ്പെടാം. ഇനി നമുക്ക് നോക്കാം ഈ ആക്റ്റിൽ ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന്. പൊതുവെ നമുക്കറിയുന്ന ചില ആനുകൂല്യങ്ങളാണ്. പൊതുവായ സ്ഥലങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ അനുവദിക്കണം. അതുപോലെ തന്നെ ആശുപത്രികളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം കട്ടിലുകൾ നൽകണം. സർക്കാർ ആശുപത്രികൾ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ആശുപത്രികളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ, പദ്ധതികൾ ഇവ കൃത്യമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ പൊതുജനത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇനി മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുവാൻ മക്കൾക്ക് ചുമതലയുണ്ട് എന്നതാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ സംരക്ഷണം. അതുപോലെ മറ്റൊരു പദ്ധതിയുടെ പേരാണ് RVY, രാഷ്ട്രീയ വയോ യോജന. BPL-കാർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഇവർക്ക് മുതിർന്ന പൗരന്മാർക്ക്, മാതാപിതാക്കൾക്ക് ആരോഗ്യ ഉപകരണങ്ങൾ അവർക്ക് ലഭ്യമാകുന്നു. അതൊരു പക്ഷേ വീൽ ചെയർ ആകാം, അവർക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്ന കട്ടിലുകളാകാം. അത് BPL കാർഡുകാർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. സർക്കാർ മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഒരുപക്ഷെ സർക്കാർ സർക്കുലറുകളിലോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലോ പത്രമാധ്യമങ്ങളിലോ ഒക്കെയാണ് അതുവഴിയാണ് പൊതുജനം അറിയുന്നത്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് അറിയുമ്പോൾ അത് അർഹമായവരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഒരു പൗരധർമ്മമായി കാണണം. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരുകൾ അവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. അത്തരം ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും സമയം നിങ്ങൾ കേട്ടത് മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു നിയമം, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന നിയമത്തിന്റെ നിയമവശങ്ങളാണ്. അടൽ വയോ അഭ്യുദയ യോജന എന്ന പദ്ധതിയുടെ പ്രത്യേക പ്രോഗ്രാം തുടർന്ന് കേൾക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കം സ്നേഹിക്കാം ആദരവാൽ നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി കൈപിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ.
വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിയിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. മുത്തശ്ശ, എന്താ മോളെ? ഇനി ഒരു വൃദ്ധസദനത്തിലെ വിശേഷങ്ങൾ അറിയാം. അത് നല്ല കാര്യം. എൻ്റെ പേര് CT റപ്പായി. അവർ 15-നും 20-നും ഇടയ്ക്ക് ആൾക്കാരാണ് ഡെയിലി ഇവിടെ വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സംഗതി പലരും ഗവൺമെൻറ് ജോലിയിലും ബാങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ പോലും ഉണ്ട്. അതേപോലെ സാധാരണക്കാരും ഉണ്ട്. എല്ലാവരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെയാണ്. വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ, വീട്ടിൽ ആരോടും സംസാരിക്കാനില്ല. അപ്പോൾ ഞാൻ ഒരു റിട്ടയർഡ് ബാങ്കിലെ മാനേജറാണ്. അപ്പോൾ ഞങ്ങൾ ഈ അംഗങ്ങൾക്ക് ഇത് കൂടാതെ ഇവിടെ ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ കൂടാതെ ഇവിടെ ചീട്ട് കളിക്കാനും ക്യാരംസിനും TVയും റേഡിയോ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എൻജോയ്മെൻറ്റിന്. അതുകൂടാതെ ഞങ്ങൾ ഇടയ്ക്ക് ഇവരെ എവിടെയെങ്കിലും ചെറിയ ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യണമെന്നൊരു അവസരം പറഞ്ഞു. അപ്പോൾ പലരും വയോജനങ്ങളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിമാനത്തിൽ കയറാത്ത ആൾക്കാരെ അതൊന്ന് കയറ്റണം എന്നുള്ള ആഗ്രഹത്തിലൂടെ ഞങ്ങളൊരു വിമാനയാത്ര സംഘടിപ്പിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 27-ാം തീയതി ഞങ്ങൾ ബാംഗ്ലൂരിക്ക് 44 പേരെയും കൊണ്ട് വൃദ്ധരായ 44 പേരെയും കൊണ്ട് പ്ലെയിനിൽ ഇവിടുന്ന് നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് ബസ്സിൽ പോയി, അവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്ലെയിനിൽ പോയി അങ്ങനെ ബാംഗ്ലൂർ ചെന്നിറങ്ങി. അവിടെ ഒരു ബസ് അറേഞ്ച് ചെയ്ത് അവിടെ കറങ്ങി വൈകുന്നേരം വീണ്ടും ട്രെയിനിൽ തിരിച്ചെത്തി. അങ്ങനെ 44 പേരെ ഉല്ലാസയാത്ര നടത്തി. എല്ലാവർക്കും അത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വയോമിത്രമായിട്ട് സഹകരിച്ചുകൊണ്ട് മാസത്തിൽ 2 മെഡിക്കൽ ക്യാമ്പ്, ആ 2 മെഡിക്കൽ ക്യാമ്പിനും ഡോക്ടേഴ്സ് വരുന്നുണ്ട്. മരുന്ന് ഇവിടെ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് 100% ഓരോ ദിവസം ഞാൻ കഴിയും തോറും ആരോഗ്യം, സന്തോഷം, അതായത് ബലം കൂടി വരിക സന്തോഷത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ എല്ലാവരും അറിയുന്നതിൻ്റെ പേരിൽ കൂടുതൽ സന്തോഷം. പിന്നെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും കൊണ്ടുവരാനും പറ്റിയ ആളാണ് ഞങ്ങൾക്ക് അറപ്പായി. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പുറമെ പോയിട്ട് രാജ്യങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വയസ്സായവരാരും കൊണ്ടുപോയില്ല. ഇന്ന് കാലത്ത് നടക്കാത്തൊരു കാര്യമാണ്. ഞങ്ങളെ ഇന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി, വിമാനത്തിൽ കൊണ്ടുവന്നു തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഞങ്ങളെ ഇറക്കി. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ജഗറിൻ്റെ ഉള്ളിൽ ഒതുക്കിയ പോലെ ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഞങ്ങൾ
ഇടയ്ക്കിടയ്ക്ക് നോക്കാനും അന്വേഷിക്കാനും ഉണ്ടായാണ് അർപ്പായി. അതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാം വയോധികൾക്ക് സന്തോഷത്തിലെ പിരിക്കണം. ഒക്കെ എന്താ ഇവിടെ ആക്കളാന്താ പോയി വന്നേന് ഇനിയും പോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കാരണം മക്കളൊന്നും കൊണ്ടുപോവില്ല. കാരണം ഈ വയസ്സായവരെ വലിച്ചു കൊണ്ടുപോയി ഒത്തിരി പ്രയാസം തന്നെ. ഈ കാല് വേദനയുള്ളവരും കൈ വേദന വിഷമമുള്ളവരും വടിയുമ്പോൾ നടക്കുന്നവരും ഒക്കെ ഉള്ളവരാണ്. അവരെ നിന്ന് പൂർണ്ണ സന്തോഷത്തോടെ കൊണ്ടുപോകാനും ധൈര്യത്തിൽ വരാനും ഞങ്ങൾ ഏർപ്പായോടെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കേട്ടാ. നന്ദി. എൻ്റെ പേര് ശശി പോട്ടയിൽ, പ്രസിഡൻ്റാണ്. വയോജനങ്ങൾക്ക് ഉള്ള ഇവിടെ വരികയും രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെസ് കളിക്കാം, അതുപോലെ തന്നെ ക്യാരംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചീട്ട് കളിക്കാം. പിന്നെ കുശലങ്ങളൊക്കെ അന്വേഷിച്ച് ഇവിടെ ഞാൻ ചെറിയ ലഘുവായിട്ടുള്ള ചായ, രാവിലെ ചായ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് പരിപാടി നടത്തുന്നുണ്ട്. മുത്തശ്ശ കേട്ടോ, ഞങ്ങളുടെ ശ്രോതാക്കളുമായി ഞാൻ പങ്കിട്ടത് ഞങ്ങളുടെ പ്രായമായ അതിഥികൾ സ്വീകരിച്ചു. നീ പറഞ്ഞത് തികച്ചും ശരിയാണ് കുട്ടി. അടൽ വയോ അഭ്യുദയ യോജനയെയും മുതിർന്ന പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങളെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത പ്രത്യേക പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം 3-ാം എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. സുഹൃത്തുക്കളെ, അടൽ വയോ അഭ്യുദയ യോജന ഒരു സംരംഭം മാത്രമല്ല, എന്നെപ്പോലെയുള്ള പ്രായം അഭിമാനം. ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. അഭിമാനമല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ. എപ്പിസോഡ് 3 നിയമാവബോധം.